ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ചേക്കർ. വളരെ സന്തോഷകരമായ ദിവസങ്ങളിൽ കൂടിയാണ് നമ്മളിന്ന് കടന്നു പോകാനും പോകുന്നത്. കാരണം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു മഹനീയ വേളയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യയെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ കാലഘട്ടത്തിലൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ത്യ വളരെയേറെ പ്രതിസന്ധി നേരിട്ട 1972-75 കാലഘട്ടത്തിലൊക്കെ നമുക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് റഷ്യ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യം മുന്നോട്ട് വരികയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല കാലഘട്ടത്തിലും നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് മേൽ വലിയ ഭീഷണിയായിട്ട് പാകിസ്ഥാൻ വന്ന കാലഘട്ടത്തിലൊക്കെ, ചൈന വന്ന കാലഘട്ടത്തിലൊക്കെ റഷ്യയുടെ നിലപാടുകൾ നമുക്ക് ശക്തമായിട്ട് പിന്തുണയായിട്ട് വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ടെക്നോളജിയുടെ ഒരു വിജയമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തിലൊരു 90% സഹായകരമായിട്ട് വന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. റഷ്യയുടെ സുഖോയി യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ S-400 എന്ന് പറയപ്പെടുന്ന പ്രതിരോധ സംവിധാനവും അതുപോലെ തന്നെ റഷ്യയുടെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുമൊക്കെയാണ് നമുക്ക് നിർണായകമായി പാകിസ്ഥാൻ്റെ മേൽ അതിശക്തമായിട്ട് ഒരു മേൽക്കൈ നേടിത്തന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ചൈനയുടെ ആയുധങ്ങളെല്ലാം വെറും മൂന്നാംകിടയാണ് എന്നുള്ള ഒരു ധാരണ ലോകത്തിലേക്ക് പരത്തിയത് തന്നെ ഈ S-400 എന്ന് പറയപ്പെടുന്ന ആ പ്രതിരോധ സംവിധാനമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അമേരിക്കയുടെ F-16 ബോംബർ വിമാനങ്ങളെ നമുക്ക് തകർത്ത് കളയുവാനായിട്ട് സാധിച്ചു. അതുപോലെ അമേരിക്കയുടെ അവാക്സ് യുദ്ധ വിമാനങ്ങൾ, സിഗ്നലുകൾ നൽകുന്ന അവാക്സ് യുദ്ധ വിമാനം, അതുപോലെ J-20 എന്ന് പറയപ്പെടുന്ന ചൈനയുടെ വിമാനങ്ങൾ, ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കി കളയുവാനായിട്ട് നമ്മുടെ റഷ്യൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലോകത്തിലെ ടോപ്പ് 10 ഫൈറ്റർ ജെറ്റുകൾ നോക്കിയപ്പോൾ അവിടെ കണ്ടത്, ഒന്നാം സ്ഥാനത്ത് കണ്ടത് റഷ്യയുടെ വിമാനമായിട്ടുള്ള Su-57 ആണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്, റഷ്യൻ സാങ്കേതികവിദ്യ ഇന്ന് ടോപ്പായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളിലൊന്നും ആ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലുള്ള ആ ടെക്നോളജികളെല്ലാം വികസിച്ചു വന്ന ആ കാലഘട്ടം തന്നെയാണ് ഇന്നും റഷ്യയിലുള്ളതെന്ന് മനസ്സിലാക്കണം.